കേട്ടിട്ടില്ലേ 11:11? ഞാൻ എന്റെ ജീവിതത്തിൽ അറ്റ് പ്രസന്റ് ഏറ്റവും കൂടുതൽ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ സാധനമുണ്ട്. അതിനുവേണ്ടി ഞാനും ഈ 11:11 ആവുമ്പം മാനിഫെസ്റ്റ് വിഷും എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഈ 11 വെറുതെ ഇരിക്കായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി 11:11ന്റെ പിന്നിലുള്ള സ്റ്റോറി എന്താണെന്ന് അറിയാം. അങ്ങനെ ഇരിക്കുകയാണ് ഒരു വലിയൊരു കഥ ഞാൻ അറിഞ്ഞത്. പിന്നെ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. 11:11 എന്ന സോ കോൾഡ് ഏഞ്ചൽ നമ്പേഴ്സ് പോപ്പുലറൈസ് ചെയ്ത വ്യക്തിയാണ് ഡോറിൻ ബേഴ്സ്യൂ. ഈ പുള്ളിക്കാരി തന്നെ ഈ ഏഞ്ചൽ നമ്പേഴ്സിനെ ഡിമോണിക് നമ്പേഴ്സ് എന്ന് പേരിട്ടു. എന്തുകൊണ്ടായിരിക്കും ഈ പുള്ളിക്കാരി 11:11 ഫസ്റ്റ് ഏഞ്ചൽ നമ്പേഴ്സും അതേസമയം 10 വർഷം മുമ്പ് അതിനെ മാറ്റി പറയും ചെയ്യേണ്ടാവുക? മാത്തമാറ്റിക്സിന്റെ പിതാവായ പൈതഗോറസിന് നമ്പേഴ്സ് ആയിട്ട് വളരെയധികം പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. 10 പുള്ളിക്കാരന് ഒരു പെർഫെക്ഷൻ നമ്പർ ആയിരുന്നു. 12 പുള്ളിക്കാരന് കോസ്മിക് ഓർഡർ ആയിരുന്നു. അതേപോലെ 11 ആണെങ്കിൽ പുള്ളിക്കാരന് മനുഷ്യലോകവും മനുഷ്യന്റെ അപ്പുറത്തെ ലോകവും തമ്മിലുള്ള ബ്രിഡ്ജ് ആയിരുന്നു. 1986 നമ്മുടെ സൈക്കോളജിസ്റ്റും ഓതറും ആയ ഡോറിൻ ബേഴ്സ്യൂ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരൻ അതായത് നമ്മുടെ പൈതഗോറസ് കൊണ്ടുവന്ന ബ്രിഡ്ജ് സിസ്റ്റം അതിന് 11:11 എടുത്തിട്ട് അതിലെ നല്ല ഭാഗം മാത്രം അവർ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് 11:11 ബ്രിഡ്ജ് സിസ്റ്റത്തിൽ എടുത്തിട്ട് അതിന്റെ ഡേഞ്ചറസ് ഭാഗം മാറ്റി വെച്ച് നല്ല ഭാഗം മാത്രം പുള്ളിക്കാരി എടുത്തിട്ട് അത്യാവശ്യം നല്ലോണം മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. പുള്ളിക്കാരി ഇത് മാർക്കറ്റ് ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാൽ 11:11 എന്ന് പറയുന്ന ഒരു പോർട്ടലാണെന്ന് ഈ ടൈമിൽ നമ്മൾ പറയുന്ന എല്ലാ ഏഞ്ചൽസ് കേട്ടിട്ട് നമുക്ക് അതിനനുസരിച്ച് മെസ്സേജ് തിരിച്ചു തരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി മാർക്കറ്റ് ചെയ്യുന്നത്. അത് വൈകാണ്ടേനോ നല്ല വൈറലായിട്ടോ. പിന്നീടാണ് 2017 ഈ പുള്ളിക്കാരി ജീസസിനെ കണ്ടു പറഞ്ഞു. റിയലായി ജീസസിനെ കണ്ടപ്പോൾ ക്രിസ്ത്യാനിറ്റിയോടുള്ള ബിലീഫ് കൂടി പുള്ളിക്കാരി. അങ്ങനെ ഇരിക്കുകയാണ് ഈ പുള്ളിക്കാരി വന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞത് തെറ്റാ, ഞാൻ പറഞ്ഞൊന്ന് വിശ്വസിക്കേണ്ട. അങ്ങനെ അവരെഴുതിയ ബുക്കും അവരെഴുതിയ കാർഡ്സും എല്ലാം അവർ ഡിനൈ ചെയ്തു, അതായത് നിഷേധിച്ചു. ഞാൻ പറഞ്ഞത് തെറ്റാണ്. എന്നിട്ട് 2017 എന്നെ പുള്ളിക്കാരി പറഞ്ഞു ഈ 11:11 സമയത്ത് ഡാർക്ക് സൈഡും ഉണ്ട്, പക്ഷെ ഞാൻ അത് പറഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മളാണെങ്കിൽ 10 വർഷം മുമ്പ് പുള്ളിക്കാരി ഇതൊക്കെ ഏറ്റു പറഞ്ഞിട്ടും നമ്മളിപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ആരും അറിഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണെന്ന് വിചാരിക്കും, അത് നടക്കണമെങ്കിൽ അത് എന്തായാലും നടക്കും. ഇതേ തടയാൻ പറ്റില്ലല്ലോ. വിധിച്ചിട്ടുണ്ടെങ്കിൽ നടക്കാത്തായിട്ട് ഒന്നുമില്ല. പക്ഷെ നമ്മളെ കുറച്ച് എഫേർട്ട് കൂടി ഉണ്ടല്ലോ അത് വിധിക്കപ്പെടാനേ. പക്ഷേ സ്റ്റേ ഹൈഡ്രേറ്റഡ്. ബൈ ബൈ.